ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗ്രാഫിക്സിൻ്റെ തേർഡ് ക്ലാസ്സിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? കോണിക് സെക്ഷൻ എന്തായിരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഏതൊക്കെ ഷേപ്സ് വരുന്നെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പ്രൊജക്ഷൻ്റെ ജസ്റ്റ് ഒരു ചെറിയ പാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? കോണിക് സെക്ഷനൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡ്രോയിങ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനു മുന്നേ പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നോക്കാം. കോണിക് സെക്ഷനിൽ കുറേ എലിപ്സ്, പരാബോള, അങ്ങനെ നമുക്ക് ഓരോ കോണിക് സെക്ഷനും ഡ്രോയിങ്സ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്രൊജക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ പ്രൊജക്ഷനിലോട്ട് കടക്കുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യം ക്വാഡ്രൻസ് ഇൻ 2D പ്ലെയിൻ ആണ് നോക്കുന്നത്. എന്താണ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാഡ്രൻറ്റ്സ് പഠിച്ചത്? നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ ക്വാഡ്രൻറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഈ ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ലൈനിന് നമുക്ക് അതിൻ്റെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ, ഒരു പ്ലെയിനിൽ ഒരു പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ലൈനിൻ്റെ പൊസിഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ ക്വാഡ്രൻസ് വേണം അല്ലേ? അപ്പോൾ സപ്പോസ് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കിതിനെ റെഫറൻസ് ആക്സിസ് ആയിട്ട് പറയാം, എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ക്വാഡ്രൻ്റ് ഉണ്ടാക്കിയത്? നമ്മൾ ഒരു പോയിൻ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പൊസിഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പം എത്ര ക്വാഡ്രൻസ് ഉണ്ട്? ഒന്ന് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്, ഇങ്ങനെ 4 ക്വാഡ്രൻസ് ആണ് ഉള്ളത്. നമുക്കൊരു പ്ലെയിനിൽ 4 ക്വാഡ്രൻസ് ഉണ്ട്. ഈ 4 ക്വാഡ്രൻസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഇതെന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ ക്വാഡ്രൻറ്റ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്വാഡ്രൻസിൻ്റെ റെഫറൻസ് ആക്സിസ് ഏതൊക്കെയാണെന്ന് നോക്കണം. എക്സ് ആക്സിസും വൈ ആക്സിസും. ഇനി ഓരോ ക്വാഡ്രൻറ്റിലും ഉള്ള കോർഡിനേറ്റ്സ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. ആദ്യം എഴുതുന്ന കോർഡിനേറ്റ് ഏതായിരിക്കും? എക്സ് കോർഡിനേറ്റ് ആണ്. സെക്കൻഡ് എഴുതുന്നത് വൈ കോർഡിനേറ്റ്. ഇനി ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മുടെ എക്സ് കോർഡിനേറ്റിൻ്റെയും വൈ കോർഡിനേറ്റിൻ്റെയും വാല്യൂ എന്താണ്? പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ നെഗറ്റീവാണ്, വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ രണ്ടിൻ്റെയും വാല്യൂ നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവാണ്. അത് നമ്മൾ എങ്ങനെയാണ് നോക്കുക? റെഫറൻസ് ആക്സിസ്, അതായത് വൈ ആക്സിസിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ്. റെഫറൻസ് ആക്സിസ്, അതായത് വൈ ആക്സിസിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ്. ഇനി എക്സ് ആക്സിസിൻ്റെ മുകളിലോട്ടുള്ളത് എക്സിൻ്റെ കോർഡിനേറ്റ്, എക്സിൻ്റെ അല്ല, എക്സ് ആക്സിസിന് മുകളിലോട്ട് പോകുമ്പോൾ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എക്സ് ആക്സിസിന് താഴോട്ട് വരുമ്പോൾ വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു 2D പ്ലെയിനിൽ പോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ക്വാഡ്രൻസ് ഇൻ 2D പ്ലെയിൻ യൂസ് ചെയ്യുന്നു. അതായത് ഒരു 2D പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്ത് പറയാൻ പറ്റും? ഒരു ബുക്കിലെ ഒരു പേജ്, ആ പേജിൽ നമ്മളൊരു ലൈൻ വരച്ചു. അപ്പം നമുക്കതിനെ അത് നമുക്കൊരു 2D പ്ലെയിനിലാണെന്ന് പറയാം. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റ് എടുക്കുക. ഒരു ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്വാഡ്രൻസ് ഇൻ 3 ഡയമെൻഷൻ, അല്ലെ 3Dയിലുള്ള ക്വാഡ്രൻസ് നമുക്ക് വേണം. അപ്പം നമുക്കിനി പഠിക്കാനുള്ളത് എന്താണ്? ക്വാഡ്രൻസ് ഇൻ 3D ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാഡ്രൻസ് ഇൻ 3D പ്ലെയിൻ നോക്കാം. ഇത് മുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊജക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫിക്സിൽ നമ്മൾ പ്രൊജക്ഷൻ ശരിക്കും മനസ്സിലായാലേ ഇനിയുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്വാഡ്രൻസ് മുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഗ്രാഫിക്സ് എന്ന് പറയുന്നത് കാണാതെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റേ അല്ല. നമുക്കൊരു കാര്യവും ഗ്രാഫിക്സിൽ കാണാതെ പഠിക്കാൻ പറ്റില്ല. നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, ഇത് മുതൽ വളരെ കെയർഫുള്ളായിട്ട് തന്നെ വേണം നിങ്ങൾ ഓരോ കാര്യവും നോക്കാൻ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻസ് ആണ് നോക്കുന്നത്, ക്വാഡ്രൻസ് ഇൻ 3D പ്ലെയിൻ. ഓക്കെ, നമ്മൾ 2D പ്ലെയിനിൽ ക്വാഡ്രൻസിനെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് 3Dയിലും ക്വാഡ്രൻസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഇതിൽ ഹൊറിസോണ്ടൽ പ്ലെയിനും ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ എന്താണ് പറയുന്നത്? HP. വെർട്ടിക്കൽ പ്ലെയിന് VP. ഇനി ഇവിടെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് ഈ XY ലൈനാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിന്, ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിന്, ഈ വെർട്ടിക്കൽ പ്ലെയിന്. ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇവിടുത്തെ ഈ ലൈനിനെയാണ് നമ്മൾ XY ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ പ്ലെയിന്, വെർട്ടിക്കൽ പ്ലെയിന്, XY ലൈൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വാഡ്രൻറ്റിനെ, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെയും സെക്കൻഡ് ക്വാഡ്രൻറ്റിനെയും തേർഡ് ക്വാഡ്രൻറ്റിനെയും ഫോർത്ത് ക്വാഡ്രൻറ്റിനെയും എങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം എന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എബോ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നിങ്ങൾ നോക്കൂ, ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്നറിയാലോ. ഇതാണല്ലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലാണല്ലോ നമ്മൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റായിട്ട് എടുക്കുന്നത്. അപ്പം നമുക്കിതിനെ എബോ HP എന്ന് പറയാലോ. ഇനി വേർട്ടിക്കൽ പ്ലെയിനിന് ഫ്രണ്ട് സൈഡിലോട്ടാണല്ലോ ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെ എങ്ങനെ പറയാം? എബോ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. കറക്റ്റ് അല്ലേ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രോബ്ലത്തിലൊക്കെ നമ്മളുടെ പോയിൻറ്റിൻ്റെ ഒക്കെ പൊസിഷൻ ചിലപ്പോൾ പറയുമ്പം ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് നമുക്ക് പറയില്ല, പക്ഷേ പകരം ഇങ്ങനെ ഓരോന്ന് നമുക്ക് തരും. അപ്പം എബോ HP എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. HP എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അപ്പോൾ എബോ HP എന്ന് പറയുമ്പം ഒന്നുകിൽ ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആകാം, അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആകാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതാണ് നമ്മുടെ വേർട്ടിക്കൽ പ്ലെയിൻ. ഈ വേർട്ടിക്കൽ പ്ലെയിനിൻ്റെ ഫ്രണ്ട് സൈഡിലാണോ അതോ ഈ വേർട്ടിക്കൽ പ്ലെയിനിൻ്റെ ബാക്ക് സൈഡിലാണോ നമ്മൾ നോക്കണം. അപ്പോൾ വേർട്ടിക്കൽ പ്ലെയിനിൻ്റെ ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ അത് ഏതാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. വേർട്ടിക്കൽ പ്ലെയിനിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ബിഹൈൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എബോ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പം സെക്കൻഡ് ക്വാഡ്രൻറ്റോ? എബോ HP ആൻഡ് ബിഹൈൻഡ് VP. തേർഡ് ക്വാഡ്രൻ്റ് ഏതായിരിക്കും? നമ്മൾ ഇവിടെയും സെയിം, അതായത് നമ്മൾ 2D പ്ലെയിനിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ എങ്ങനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ ക്വാഡ്രൻസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെയാണ് ആണല്ലോ. അപ്പോൾ എന്താണ്? ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP. അങ്ങനെ പറഞ്ഞാൽ ഏതായിരിക്കും? തേർഡ് ക്വാഡ്രൻറ്റ്. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാലോ? ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് ബിലോ HP. ഇത് ശ്രദ്ധിക്കണം. ഒന്നുകൂടെ പറയാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെ നമുക്ക് എങ്ങനെ പറയാം? VPക്ക് ഫ്രണ്ടിലും HPക്ക് മുകളിലുമാണ്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് VPയുടെ പിറകിലും HPയുടെ മുകളിലും. തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? HP ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെയും വെർട്ടിക്കൽ പ്ലെയിനിന് പിറകിലും. ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിന് ഫ്രണ്ടിലും ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെയും. ഇനി HPയും VPയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ലേസർ പോയിന്റ് കാണുന്നുണ്ടാവും, ഒരു റെഡ് കളർ. അതിപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണല്ലോ. ഈ പോയിന്റിനെ ഞാൻ ടോപ്പിൽ നിന്ന് നോക്കുക, അതായത് ഇതാണ് ടോപ്പ് പൊസിഷൻ ആണല്ലോ. ഈ പോയിന്റിൻ്റെ ടോപ്പിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പം നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഇമേജ് കിട്ടുക എവിടെയായിരിക്കും? ഈ പ്ലെയിനിലായിരിക്കും. അതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത് എവിടെയായിരിക്കും? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഇനി ഈ പോയിൻ്ററിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ എവിടെയായിരിക്കും കിട്ടുന്നത്? അതായത് ഫ്രണ്ട് വ്യൂ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കണം. ടോപ്പ് വ്യൂ കാണണമെങ്കിൽ നമ്മൾ
എവിടെ നിന്ന് നോക്കണം? ഈ ടോപ്പ് പോർഷനിൽ നിന്ന് നോക്കണം. ഫ്രണ്ട് വ്യൂ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കണം. ഐ ഓഫ് ഒബ്സർവർ ഫ്രണ്ട് വ്യൂ കാണണമെങ്കിൽ ഇവിടെയും, ടോപ്പ് വ്യൂ കാണണമെങ്കിൽ ഇവിടെ ആയിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂവിന് പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലെയിനാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഫ്രണ്ട് വ്യൂവിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലെയിനാണ് വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളിപ്പം ഈ ഫിഗറിൽ നോക്കുമ്പം നമുക്കറിയാം ഇത് ക്വാഡ്രൻ്റ് ആണ് അല്ലേ, ഇത് ആക്സിസ്. അപ്പോൾ ഇത് ക്വാഡ്രൻ്റ്, ഇത് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്, ഫോർത്ത് ക്വാഡ്രൻ്റ്. ഇതെന്താണ്? ഫസ്റ്റ് ക്വാഡ്രൻ്റ്. നമ്മളെ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി ഒബ്സർവറുടെ ഐ ഇവിടെയും, ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടി ഒബ്സർവറുടെ ഐ ടോപ്പിലും ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഒബ്ജക്റ്റ് നമ്മൾ ഓരോ ക്വാഡ്രൻറ്റിലും പ്ലേസ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ് നടുവിൽ വരുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റെഫറൻസ് പ്ലെയിനിനും അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലെയിനിനും ഒബ്സർവറുടെ ഐക്കും ഇടയിലാണല്ലോ. അതായത് ഒബ്ജക്റ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് പ്ലെയിൻ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ കിട്ടും, വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ എവിടെയാണ് കിട്ടുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേ ഒബ്ജക്റ്റിനെ നമ്മൾ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വെക്കുകയാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വെക്കുമ്പോൾ അപ്പോഴും ഒബ്സർവറുടെ ഐ എവിടെ തന്നെയാണ്? ഇവിടെ തന്നെയാണ് ആണല്ലോ. ഒബ്സർവറുടെ ഐ ഇവിടെയാണ്. ഇവിടെ എന്താണുള്ളത്? റെഫറൻസ് പ്ലെയിൻ അല്ലെങ്കിൽ പ്രൊജക്റ്റിംഗ് പ്ലെയിൻ ആണ്. പ്രൊജക്റ്റിംഗ് പ്ലെയിൻ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ക്വാഡ്രൻറ്റിൽ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലുണ്ട്. അപ്പം എന്താണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നടുവിൽ വരുന്നത്? ഈ പ്ലെയിനാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ ഈ പ്ലെയിൻ എന്തായിരിക്കണം? സുതാര്യമായിരിക്കണ്ടേ? അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പോലെ ഉള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇവിടെ ഇരിക്കുന്ന സാധനത്തിന് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പം ഇവിടെ നമുക്കൊരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിൻ, അതായത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് കാണണമെങ്കിൽ ഇവിടെ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് പോലെയുള്ള ഒരു ഒബ്ജക്റ്റ് ആവണമല്ലോ. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ എവിടെയാണ് കിട്ടുന്നത്? ഇവിടെ. ഓക്കെ, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ എവിടെ കിട്ടും? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. ഇവിടെ ട്രാൻസ്പെറൻ്റ് ആവണം എന്നാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. നമുക്ക് വെർട്ടിക്കൽ പ്ലെയിൻ ട്രാൻസ്പെറൻ്റ് ആയാലല്ലേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫ്രണ്ട് വ്യൂ കിട്ടുള്ളൂ അല്ലേ? ഇത് ട്രാൻസ്പെറൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തത് നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുപോയിട്ട് തേർഡ് ക്വാഡ്രൻറ്റിൽ വെക്കുകയാണ്. ഒബ്ജക്റ്റിനെ നമ്മൾ തേർഡ് ക്വാഡ്രൻറ്റിൽ വെക്കുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് നോക്കുന്നത്. അപ്പം ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഈ സൈഡാണ് കേട്ടോ ഉദ്ദേശിച്ചത്, അല്ലാതെ ഈ പോയിന്റിൽ എന്നല്ല. അപ്പം ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതെന്തായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആവണമല്ലോ. അതായത് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിൻ ട്രാൻസ്പെറൻ്റ് ആവണം തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്തായിരിക്കണം? ഹൊറിസോണ്ടൽ പ്ലെയിനും ട്രാൻസ്പെറൻ്റ് ആവണം, എന്നാലേ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മളുടെ ഈ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ എവിടെയായിരിക്കും? ഇവിടെയും. ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും? ഈ പ്ലെയിനിലും ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്ന ഇവിടെ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വെച്ച് വെക്കുക. നമ്മൾ ഓരോ ക്വാഡ്രൻറ്റിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഇനി നമ്മൾ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വെക്കുന്നു. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വെക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സൈറ്റ് ചെയ്യുന്നത്? ഈ സൈഡിൽ നിന്ന് സൈറ്റ് ചെയ്യുമ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആവണോ? വേണ്ടല്ലോ. കാരണം ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്, നമ്മൾ നോക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒബ്ജക്റ്റാണ് ഒബ്സർവർക്കും പ്രൊജക്ഷൻ പ്ലെയിനിനും ഇടയിലുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെ കിട്ടും? വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. ഇനി നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കണം? ഈ
ഹൊറിസോണ്ടൽ പ്ലെയിൻ ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഹൊറിസോണ്ടൽ പ്ലെയിൻ ട്രാൻസ്പെറൻ്റ് ആവണം. ഏത് കേസിൽ? ഫോർത്ത് ക്വാഡ്രൻറ്റിൽ. ഓക്കെ, നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ ട്രാൻസ്പെറൻ്റ് ആവണം. നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ എവിടെ ആയിരിക്കും കിട്ടുക? ഹൊറിസോണ്ടൽ പ്ലെയിനിലും ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിലും. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പം ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെ എടുത്തോ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു. ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മളിപ്പം അതിനെ പ്രൊജക്റ്റ് ചെയ്തു. ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലും ഫ്രണ്ട് വ്യൂ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലും വരച്ചു. ഇനി ഇതിപ്പം ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച പോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അതായത് ഫുള്ളി ഓപ്പൺ അല്ല, ഹാഫ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കും. ഇതുപോലെ നമുക്ക് ഇപ്പോൾ കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇല്ല. അതായത് നമുക്ക് 3D ഒബ്ജക്റ്റിൻ്റെ ഇമേജിനെ നമുക്കൊരു 2D പ്ലെയിനിലോട്ട് കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ബുക്കാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു ഹാഫ് ഓപ്പൺ ബുക്ക് പോലെ ഇല്ലേ ഇപ്പം ഇതിൽ നോക്കുമ്പം. അപ്പം നമുക്ക് എന്തായിരിക്കണം? അതൊരു 2D പ്ലെയിനിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ചില റൂൾസുകളുണ്ട്. അതെന്താണെന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പം ഈ ലൈനിനെ, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനെയും വെർട്ടിക്കൽ പ്ലെയിനിനെയും ജോയിൻ ചെയ്യുന്ന ഈ ലൈനിനെ നമ്മൾ എന്താണ് പറയുന്നത്? XY ലൈൻ അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ എന്നും പറയും. നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്കിപ്പോൾ കിട്ടിയ എന്തായിരുന്നു? ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ താഴെയും ഫ്രണ്ട് വ്യൂ മുകളിലും വരും. അപ്പം വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഒരു XY ലൈൻ വരച്ചു. നിങ്ങൾ ഈ സൈഡിൽ നിന്ന് നോക്കൂ. എന്നിട്ട് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ നിങ്ങൾ ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് മൊത്തം നിങ്ങൾക്ക് എവിടെ വരും? താഴെ വരും, ബോട്ടം സൈഡിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് ഒന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളിൽ ഇവിടെ എന്ത് വരും? ഫ്രണ്ട് വ്യൂവും താഴെ എന്ത് വരും? ടോപ്പ് വ്യൂവും വരും. അപ്പോൾ അത് ഏതിലാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഓരോ ക്വാഡ്രൻറ്റിലും നമ്മൾ വെക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രൊജക്ഷനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡുകളിൽ നോക്കാം. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ഒബ്ജക്റ്റ് ഓരോ ക്വാഡ്രൻറ്റിലും പ്ലേസ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് ഒബ്ജക്റ്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലും പ്ലേസ് ചെയ്താൽ എന്താ ഡിഫറൻസ് നോക്കാം. നേരത്തെ സ്ലൈഡ് പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റും തേർഡും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളിപ്പം ഒബ്ജക്റ്റിനെ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പ്ലേസ് ചെയ്തു. അപ്പം നമ്മളുടെ ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരുന്നത്? ഇവിടെ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇവിടെ വരുന്നു. ഓക്കെ ആണല്ലോ. അതിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ ഇവിടെ വരും. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഇങ്ങോട്ട് ബാക്കോട്ട് എന്തുണ്ട്? XY ലൈൻ ഉണ്ട് ആണല്ലോ. നമ്മൾ ഈ പ്ലെയിനിനെ ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഇതിനെ ഒരു 2D പ്ലെയിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാൻ പറഞ്ഞു, നമുക്കിപ്പം 3Dയിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. പക്ഷേ നമ്മളത് ഒരു 2D പ്ലെയിനിലോട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണ്ടേ. ഇതിപ്പം ഒരു ബുക്ക് ഹാഫ് ഓപ്പൺ പോലെയല്ലേ ഉള്ളത്. അതിൽ നമുക്ക് ഇവിടെ അതിൻ്റെ ടോപ്പ് വ്യൂവും ഇവിടെ ഫ്രണ്ട് വ്യൂവും കിട്ടി. പക്ഷെ അങ്ങനെ വെച്ച് നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. എന്താണ്? ഈ ഏത് പ്ലെയിനെയാണോ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അതായത് ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഇവിടെ അതിൻ്റെ എന്ത് വ്യൂ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്? ടോപ്പ് വ്യൂ. ഇവിടെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നമുക്ക് XY ലൈനിൻ്റെ
മുകളിലായിരിക്കും കിട്ടുന്നത്. അതായത് ഇതുപോലെ വരും. ഇതിപ്പം അതിൻ്റെ ടോപ്പ് വ്യൂവും ഇതും എൻ്റെ ഫ്രണ്ട് വ്യൂ ആണെന്ന് വെച്ചോ, രണ്ടും നമുക്ക് ഒരേ സൈഡിൽ തന്നെ വരും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വെക്കുമ്പോൾ, അതായത് ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും, ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്, ഇവിടെയാണ് എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈനിൻ്റെ താഴെയായിട്ട് നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും, ഒരേ സൈഡിൽ എക്സ് വൈ ലൈനിൻ്റെ താഴെ എന്ന് പറയുന്നത് സെയിം സൈഡിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അതിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കിട്ടുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വെക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഫ്രണ്ട് വ്യൂ എവിടെയാണ് കിട്ടുന്നത്, വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ നിങ്ങൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു, അതായത് ഇങ്ങോട്ട് വരും. അതായത് ടോപ്പ് വ്യൂ താഴെയും ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൻ്റെ മുകളിലും വരുന്നു. അപ്പോൾ എന്താ, സെയിം സൈഡിലല്ല, ഈ എക്സ് വൈ ലൈനിൻ്റെ സെയിം സൈഡിലല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. അത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ടോപ്പ് വ്യൂ ഇവിടെയും കിട്ടും, ഫ്രണ്ട് വ്യൂ ഇവിടെയും കിട്ടും. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ടോപ്പ് വ്യൂ എബോ എക്സ് വൈ ലൈനും ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് വൈ ലൈനും വരുന്നത് ഏതാണ്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എവിടെയായിരിക്കും, മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ടോപ്പ് വ്യൂ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് വ്യൂ എവിടെ വരും, എക്സ് വൈ ലൈനിന് താഴെ വരും, ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന് മുകളിലും വരും. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനായി കാണും പ്രൊജക്ഷൻ്റെ ഏത് പാർട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞു, പ്രൊജക്ഷനിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് പാരലൽ പ്രൊജക്ഷൻ. പാരലൽ പ്രൊജക്ഷനിൽ ഒരു ടൈപ്പാണ് ഓർത്തോഗ്രാഫിക്. ഓർത്തോഗ്രാഫിൽ ഒന്നാണ് മൾട്ടി വ്യൂ. ഈ മൾട്ടി വ്യൂവിലെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ. ഇതിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ആംഗിളും സെക്കൻഡ് ആംഗിളും തേർഡ് ആംഗിളും ഫോർത്ത് ആംഗിളും എന്താണെന്നാണ് ലാസ്റ്റ് സ്ലൈഡ്സിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മൾട്ടി വ്യൂ പ്രൊജക്ഷനിലെ ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിളും പ്രൊജക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഒബ്ജക്റ്റ് ഈസ് അസ്യൂംഡ് ടു ബി പ്ലേസ്ഡ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ, അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ ഒബ്ജക്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം ഇതൊരു ക്വാഡ്രൻ്റ് ആണെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റ് ലൈസ് ബിറ്റ്വീൻ ദി ഒബ്സർവർ ആൻഡ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അപ്പം നമ്മുടെ ഒബ്സർവർ എവിടെയായിരിക്കും, ഒബ്ജക്റ്റ് ഇവിടെ, ഇതാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ, ഇൻ ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആണ്. ടോപ്പ് വ്യൂ ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ എച്ച് പി. ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ എവിടെയാണ് കിട്ടുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ. ഫ്രണ്ട് വ്യൂ ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ വി പി. ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. നെക്സ്റ്റ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് റൊട്ടേറ്റഡ് ക്ലോക്ക് വൈസ്. ഇതാണല്ലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഈസ് എബോ എക്സ് വൈ ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ ഈസ് ബിലോ എക്സ് വൈ ലൈൻ. ഇപ്പം ഇതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് വരുന്നത്. അപ്പം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന് എക്സ് വൈ ലൈനിന് താഴോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എന്താണ്, ടോപ്പ് വ്യൂ. അപ്പോൾ ആ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് താഴെയാണ്. ഇനി സൈഡ് വ്യൂസ് ആർ പ്രൊജക്റ്റഡ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്സ്. ഓക്കെ, സൈഡ് വ്യൂ എവിടെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, പി പിയിലാണ്. ഓക്കെ, ഇനി ഈ ഇമേജ് ഒന്ന് നിങ്ങൾ നോക്കൂ. ഒബ്ജക്റ്റിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു, പി പിയിലും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എക്സ് വൈ ലൈനിൽ മുകളിൽ എന്തായിരിക്കും,
ഫ്രണ്ട് വ്യൂ ആയിരിക്കും. താഴെ എന്തായിരിക്കും? ടോപ്പ് വ്യൂ ആയിരിക്കും. ഇനി ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ റൈറ്റ് സൈഡിൽ എന്താണുള്ളത്? അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ വരുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ആംഗിളിൽ ഉള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇതെല്ലാം നോക്കി വെക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രണ്ട് വ്യൂ എബോവ് എക്സ് വൈ ലൈൻ, ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ലൈൻ. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും. അതായത് ഇപ്പം ഈ ഒബ്ജക്റ്റിനെ നോക്കുക. ഇപ്പം ഇവിടെയാണ് ഒബ്സർവർ ഇരിക്കുന്നത്. ഓക്കെ, ഒബ്സർവറിൻ്റെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? റൈറ്റ് സൈഡിലാണ് കിട്ടുന്നത് ആണല്ലോ. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ പ്ലെയിൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ റൈറ്റ് സൈഡ്. നമ്മൾ റൈറ്റ് സൈഡിലായിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലെ മെയിൻ പോയിൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും ഉള്ളത്? തേർഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. ഒബ്ജക്റ്റ് ഈസ് അസ്യൂംഡ് ടു ബി പ്ലേസ്ഡ് ഇൻ ദി തേർഡ് ക്വാഡ്രൻറ്റ്. ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ലൈസ് ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് ദ ഒബ്ജക്റ്റ്. ഇവിടെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആണ് ഒബ്സർവറിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇടയിലുള്ളത്. ടോപ്പ് വ്യൂ എവിടെയാണ്? ഒബ്റ്റെയിൻഡ് ഓൺ എച്ച് പി. ഫ്രണ്ട് വ്യൂ ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ വി പി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു 90 ഡിഗ്രി. ഫ്രണ്ട് വ്യൂ ഈസ് ബിലോ എക്സ് വൈ ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ ഈസ് എബോ എക്സ് വൈ ലൈൻ. എന്താണ്? നേരെ തിരിച്ചാണല്ലേ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? എബോ എക്സ് വൈ ലൈനാണ്. ഇവിടെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? ബിലോ എക്സ് വൈ ലൈൻ. ഓക്കെ, ടോപ്പ് വ്യൂ ഈസ് എബോ എക്സ് വൈ ലൈൻ. ഇനി സൈഡ് വ്യൂ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് ഓൺ ദി സെയിം സൈഡ്. സൈഡ് വ്യൂ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? സെയിം സൈഡിൽ തന്നെ നമുക്ക്, അതായത് സൈഡ് വ്യൂ ഈസ് ലെഫ്റ്റ് സൈഡിലായിരിക്കും ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡിലായിരിക്കും റൈറ്റ് സൈഡ് വ്യൂ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ. അത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡ് വ്യൂ നമുക്ക് റൈറ്റ് സൈഡിലായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് വൈ ലൈനിൻ്റെ എബോ എന്തായിരിക്കും? ടോപ്പ് വ്യൂ, ബിലോ ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും മാറിപ്പോവരുത്. ഒന്നുമില്ല, നിങ്ങൾ ആ കറക്റ്റ് ക്വാഡ്രൻ്റ് മനസ്സിൽ കാണുക, എന്നിട്ട് ഒബ്ജക്റ്റിനെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുക. അതായത് ഫ്രണ്ട് വ്യൂ നിങ്ങൾ നോക്കുക, പിന്നെ നിങ്ങൾ ടോപ്പ് വ്യൂ നോക്കുക, ഇനി ഹൊറിസോണ്ടൽ പ്ലെയിനിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അത് കറക്റ്റായിട്ട് ആ ക്വാഡ്രൻ്റ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റും കൂടെ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് എവിടെ വരുന്നുള്ളതിന് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾസ് ഓഫ് പ്രൊജക്ഷൻ ആണ്. ഏത് പ്രൊജക്ഷൻ ആണ്, അതായത് നമ്മൾ ഫസ്റ്റ് ആംഗിൾ ആണോ തേർഡ് ആംഗിൾ ആണോ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം ഏത് പ്രൊജക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ ഈ സിമ്പിൾ നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ, ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനുള്ള സിമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എന്താണ്? ഒരു കോണിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ടോപ്പിൽ നിന്ന് നോക്കിയിട്ടുള്ള വ്യൂ ആണ് അല്ലേ. ഇനി ഇതിനെ നേരെ തിരിച്ചിട്ടിട്ടാണ് തേർഡ് ആംഗിളിലുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ എന്താണ്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ എന്താണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ആണ്. അതായത് ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ ഒരു ക്വാഡ്രൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഏത് ക്വാഡ്രൻറ്റിലാണോ ഉള്ളത് അതിന് നമ്മൾ എങ്ങനെ നമുക്ക് ഡ്രോയിങ് ഷീറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രൊജക്ഷൻ ചെയ്യാം പോയിൻറ്റ്സിൻ്റെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഈ കാണിക്കുന്ന ഞാനിപ്പോൾ ഒരു ലേസർ പോയിൻ്റർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അല്ലേ.
ഈ ലേസർ പോയിൻ്റർ ഞാനിപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ പോയിന്റ് ലൈസ് ഓൺ HP ആണല്ലോ. അതായത് ഈ പോയിന്റ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഉള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ പോയിന്റ് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അതായത് ഒരു പോയിന്റ് ഇപ്പം നമുക്ക് പറയാൻ പറ്റും ദ പോയിന്റ് ലൈസ് ഓൺ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ പോയിന്റ് ഇതായി ഇവിടെ ഒരു P എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഞാൻ P എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ഈ പോയിന്റിനെ നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, അതായത് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതാണല്ലോ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ നമുക്ക് എവിടെ കിട്ടും? വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് P' അല്ലെങ്കിൽ ഏതാണോ പോയിന്റ്, ഇവിടെ ഇപ്പം A എന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ A' എന്ന് പറഞ്ഞിട്ടായിരിക്കും മാർക്ക് ചെയ്യാം. അപ്പോൾ ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുക? P. ഇത് നമ്മൾ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ പോയിന്റ് ആയിരുന്നെങ്കിൽ ആ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് സ്മോൾ a ആയിരിക്കും, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് സ്മോൾ a' ആയിരിക്കും. അപ്പം ഈ പോയിന്റിൻ്റെ പ്രൊജക്ഷൻ ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ എങ്ങനെയായിരിക്കും? അതായത് ടോപ്പ് വ്യൂ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ട് വരുന്നത്, ഫ്രണ്ട് വ്യൂ എവിടേക്കായിരിക്കും വരുന്നത്? വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ഇനി ഇപ്പം ഞാൻ ഈ പോയിന്റ് ഒരു 2 സെൻറ്റിമീറ്റർ മാറിയാന്ന് വിചാരിക്കും. ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ മാറിയാണ് ഞാനിവിടെ ഈ P എന്ന് പറഞ്ഞ പോയിന്റ് വെച്ചിരിക്കുന്നത്. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അതായത് ഈ P എന്ന് പറഞ്ഞ പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മുകളിലോട്ടും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലോട്ടുമാണ്. അപ്പോൾ ഞാൻ ഈ പോയിന്റിനെ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ എവിടെ വരും? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. അപ്പം ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കില്ലേ? ഇനി ഇത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു? 1 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പം ഇതിനെ ഞാൻ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇത് 2, ഇത് 1. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഈ പോയിന്റ് P എന്ന് പറയുന്നത് എവിടെ വരും? ഇവിടെ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ P, ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ P'. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എ പോയിന്റ് ഒബ്ജക്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ തിക്ക് ഡോട്ട്. നമ്മളൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണല്ലോ, ഒരു ഡോട്ടായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഡ്രോയിങ്ങിൽ. ആക്ച്വൽ പോയിന്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതായത് ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ടോപ്പ് വ്യൂ പോയിന്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ് ABC. ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും? നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് വ്യൂ പോയിന്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ് വിത്ത് സിംഗിൾ പ്രൈംസ്. അതായത് എന്തൊക്കെയായിരിക്കും? A', B', C' എന്നിങ്ങനെയായിരിക്കും നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി സൈഡ് വ്യൂ നമ്മൾ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? സൈഡ് വ്യൂസ് ആർ represented by small letters with double primes, A', B', C', etc. The intersection lines of HP and VP is shown as the reference line XY. നമുക്കറിയാം XY ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെയും വെർട്ടിക്കൽ പ്ലെയിനിൻ്റെയും കോയിൻസൈഡ് ചെയ്യുന്ന റെഫറൻസ് ലൈനിനെ നമ്മൾ XY ലൈനായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. തിൻ കണ്ടിന്യൂസ് ലൈൻസ് ആർ യൂസ് ടു ഷോ പ്രൊജക്ടേഴ്സ്. ഇനി പ്രൊജക്ടേഴ്സ് നമുക്ക് കാണിക്കണമെങ്കിൽ നമ്മൾ തിൻ കണ്ടിന്യൂസ് ലൈൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷൻ്റെ
ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ നോക്കിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ക്വാഡ്രൻ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. ഒരു 2D പ്ലെയിനിലുള്ള ക്വാഡ്രൻ്റാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. പിന്നെ 3D പ്ലെയിനിലുള്ള 3Dയിലുള്ള ക്വാഡ്രൻറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എത്ര ടൈപ്പ് ക്വാഡ്രൻ്റ് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്തു. ഓരോ ക്വാഡ്രൻറ്റിലും നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്താൽ ഉണ്ടാവുന്ന വ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഡിസ്കസ് ചെയ്തു. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലും തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലും വ്യൂസ് വരുന്നത്, നമ്മൾ എവിടെ വരുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും എല്ലാവരും എന്തായാലും ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫിക്സിൽ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇത് മനസ്സിലായാലേ ബാക്കിയുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം.